ഞാനാണിവിടെ അധികാരി, എല്ലാവർക്കും മേലാവി. ഞാനാണിവിടെ അധികാരി, എല്ലാവർക്കും മേലാവി. ശരിയെങ്കിൽ തിങ്കണ്ടറിയും, ശരിയല്ലെങ്കിൽ കൊണ്ടറിയും. ശരിയും തെറ്റും കണ്ടറിയും, ശരിയല്ലെങ്കിൽ കൊണ്ടറിയും. അയ്യയ്യോ കളി കണ്ടില്ലേ, ആളും തരവും നോക്കണ്ടേ. ഇരട്ട ചങ്കൻ, ക്യാപ്റ്റൻ, കപ്പിത്താൻ. പാർട്ടി ചുവപ്പാണല്ലോ. അതെ അതെ അതെ, അതവിടെ നിൽക്കട്ടെ, അതവിടെ നിൽക്കട്ടെ. തുണി വെക്കണ്ട, തുണി വെക്കണ്ട, തുണി ഒന്നും പൊക്കി കാണിക്കണ്ട. നിങ്ങൾ അല്ലേ തന്നെ പൊക്കി കാണിക്കുന്നത് കണ്ട് നമ്മൾ സൈ കെട്ടിരിക്കുകയാണ്. നിങ്ങൾ വേദിയിൽ വരുന്നവരെ അപമാനിക്കും അല്ലേടോ നിങ്ങളുടെ മുഖ്യൻ? അത് അപമാനിച്ചതല്ല, അത് പിന്നെ അതും സ്വന്തം പാർട്ടിക്കാരിയെ തന്നെ അപമാനിക്കും. പാർട്ടിക്കാരി ഒന്നും കേട്ടിട്ടില്ല, അത് ഭയങ്കര ബഹളമായിരുന്നു. പക്ഷേ നല്ല വ്യക്തമായിട്ട് ഓഡിയോ പുറത്തു വന്നായിരുന്നു, വീഡിയോയും. മാറി നിൽക്ക്, മാറി നിൽക്ക്, മാറി നിൽക്ക്. അത് സ്ഥായിയായ ഭാവം, അദ്ദേഹത്തിന്റെ സ്ഥായിയായ ഭാവം അതാണ്. അഹംഭാവമാണോ കാണിക്കേണ്ടത്? സ്ഥായിയായിട്ട് അഹംഭാവം ആര് പറഞ്ഞു? നോക്കൂ സുഹൃത്തുക്കളെ, ഒരു വനിതാ നേതാവിനെ, അപ്പൊ ഫോട്ടോ എടുക്കാൻ പുറത്ത് വന്ന വീഡിയോ AI ആയിരിക്കും അല്ലേ? അത് തെറ്റ് വീഡിയോ. അതെ, പ്രാങ്ക്, മുഖ്യന്റെ പ്രാങ്ക്. ഫോട്ടോ എടുക്കാൻ പോയതല്ല, ഒരു നിവേദനം പറയാൻ വേണ്ടി പുള്ളി പറഞ്ഞു ബാക്കി നിൽക്കുന്ന ആളടുത്ത് ചോദിക്കാൻ. അല്ല, ബാക്കി നിൽക്കുന്ന ആളുടെ അടുക്കെ ചോദിക്കാനല്ല, നിവേദനം കൊണ്ട് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി എന്റെ ഇനി ഫോട്ടോ എടുക്കാനായിരിക്കും എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കും അങ്ങോട്ടെന്ന്. അത് പിന്നെ പുള്ളിയുടെ നമ്മുടെ മുഖ്യമന്ത്രി നാടൻ ശൈലിയായിരിക്കും അല്ലേ? അതെ, ഞങ്ങൾ പുള്ളിന്റെ സ്റ്റൈലിയല്ല, ഭാവം അതാണ്. അത് പൊതുവേദിയിലല്ല കാണിക്കേണ്ടത് ഇമാതിരി അഹംഭാവങ്ങൾ. അത് പിന്നെ സ്വന്തം പാർട്ടിക്കാർക്ക് വരെ ഇതാണ് അവസ്ഥയെങ്കിൽ എന്താ അവസ്ഥ? നോക്കൂ മാനവരെ, നിങ്ങൾ നാട് നീളെ ആ വീഡിയോ കണ്ടു കാണുമല്ലോ. അമ്പൂരിയിൽ ഒരു പാലം ഉദ്ഘാടനം ചെയ്യാൻ ചെന്നിട്ട് അവിടെയും പോയി ഷോ കാണിച്ചിട്ട് അങ്ങ് ഒരാളാവാന്നാ വിചാരിച്ച. പക്ഷെ അമ്പൂരിയിലെ പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാം കൂടെ എടുത്തിട്ട് കൊടയുന്നുണ്ട്. ഇപ്പൊ എന്തൊക്കെ പ്രചരണം. ഇമാതിരി കൽപ്പനയൊന്നും വേണ്ട, ഇമാതിരി കൽപ്പനയൊന്നും ഇവിടെ വേണ്ട കേട്ടോ. അങ്ങനെ മാറി നിൽക്കേണ്ട ആളല്ല. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? അതായത് ഒരു വേദിയിൽ വെച്ച് ഇവരുടെ CPM-ന്റെ ഒരു പഞ്ചായത്ത് അംഗത്തെ, വനിതാ നേതാവിനെ ഇവരുടെ മുഖ്യമന്ത്രി തന്നെ അപമാനിച്ചില്ലേ? സംഭവം കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഇപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് വെളുപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ശൈലജ ടീച്ചർ വന്നായിരുന്നു വെളുപ്പിക്കാനായിട്ട്. ശൈലജ അതെ, അവിടെ നിർത്തും. അപ്പൊ നിവേദനം കൊടുക്കാൻ പോയാൽ ഇതാണല്ലേ നിങ്ങളുടെ മുഖ്യന്റെ നിലപാട്? നിവേദനം വേണേ കൊണ്ടുപോകാം. ബേക്കിൽ ആളുണ്ടല്ലോ, ആളെ കൊടുക്കാൻ. ബേക്കിൽ ആളുടെ കൊടുക്കാനല്ലല്ലോ നിവേദനം കൊണ്ട് ചെല്ലുന്നത്. സ്റ്റേജിൽ വെച്ചാണോ നിവേദനം കൊടുക്കേണ്ടതാണോ? അല്ല പിന്നെ ക്ലിഫ് ഹൗസിൽ ചെന്ന് എപ്പോഴും നിങ്ങളുടെ മുഖ്യമന്ത്രിയെ കാണാൻ പറ്റും. ഓഫീസിൽ പോയി കൊടുക്കണം, സ്റ്റേജിൽ വെച്ചാണ് നിവേദനം. പുള്ളി ഒരു പരിപാടി പങ്കെടുക്കാൻ വരുമ്പോഴാണ് നിവേദനം കൊണ്ടുപോവേണ്ടത് തന്നെ. CM ഓഫീസിലേക്ക് CPM-കാർക്ക് പ്രവേശനമില്ല. അവിടെ പോയാൽ കാണാൻ കഴിയില്ല. പാർട്ടി നിർത്ത്. മുഖ്യ കാര്യമാണ് നമ്മൾ പറയുന്നത്. മുക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പാർട്ടി പരിപാടികളിൽ വന്നു കഴിഞ്ഞാൽ പിണറായി ബാക്കിയുള്ളവരെ തീണ്ടാപ്പാട് അകലെ നിർത്തും. പാവങ്ങളുടെ പെടത്തലവൻ ഇവരുടെ നേതാക്കളെ തന്നെ തീണ്ടാപ്പാട് അകലെ നിർത്തിയിട്ട് തൊട്ടുകൂടായ്മ. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ മുഖ്യന്റെ തനിക്കൊണം കാണുക പൊന്നു. ഇത്രയും ജനകീയനായ മുഖ്യമന്ത്രി നമ്മുടെ കേരളം ജനകീയനാ? നിങ്ങൾ തന്നെ വളഞ്ഞോണ്ട് അറിഞ്ഞാൽ മതിയോ ജനകീയനാന്ന്? ഇത്രയും വികസനം മാതിരി കയ്യിലിരിപ്പ് കാണിച്ചിട്ട് ജനകീയനാണെന്ന്. അത് പിന്നെ ആ പെൺകുട്ടി ഇതൊന്നും കേട്ടിട്ടില്ലേ? മാറി നിൽക്കുന്നു പറഞ്ഞത്, ഫോട്ടോ എടുക്കാൻ പോയതൊന്നും ആ പെൺകുട്ടി അറിഞ്ഞിട്ടില്ല. എല്ലാം അങ്ങോട്ട് ഇരുന്ന് നിങ്ങൾ കണ്ടതൊന്നും ഒന്നുമല്ല. അതെ, നിങ്ങൾ കണ്ടതൊന്നും ഒന്നുമല്ല. ഇനി കൂടുതൽ ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. 5 വർഷം കൂടെ അപ്പൊ കാണിച്ചു തരും, മുണ്ടോക്കി കാണിക്കും. അത് പിന്നെ ഒരാൾ വേദിയിൽ നിന്ന് പോകാൻ നേരത്താണോ കൊണ്ടാക്കാൻ പോകേണ്ടത് തന്നെ? അയ്യോ, നമ്മളിവിടെ ഒരു ഉമ്മൻചാണ്ടിയെ കണ്ടിട്ടുണ്ടായിരുന്നു. വേദിയിലാണെങ്കിലും പുറത്താണെങ്കിലും വീട്ടിലാണെങ്കിലും നിവേദനം സ്വീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഉമ്മൻചാണ്ടി വേറെ, പിണറായി വേറെ. അതെ, രണ്ടും രണ്ട് ജനസാണല്ലോ. ഒന്ന് ധാർഷ്ട്യം, അഹങ്കാരം, മറ്റേത് സൗമ്യത. ധാർഷ്ട്യം അഹങ്കാരം. അയ്യോ, ധാർഷ്ട്യം അഹങ്കാരം എന്നാണ് ഞങ്ങൾ ഇതിനെ പറയുക. പെട്ടെന്ന് പോകാൻ ചൂരമീൻ കിട്ടിയില്ലെങ്കിൽ എഴുന്നേറ്റ് പോവുക. വേദിയിൽ നിന്ന് ആരെങ്കിലും നിവേദനം കൊടുത്താൽ മാറി നിൽക്കെന്ന് പറയുക.
നമ്മൾ ഇതിങ്ങനെ ഇങ്ങനെ എത്രയോ ശീലങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി മുൻപ് 2018 ഒരു വേദിയിൽ വെച്ചൊരു കുട്ടി ഫോട്ടോ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് മാറി നിൽക്കെന്ന് പറഞ്ഞ് അങ്ങോട്ട് തള്ളി വിട്ടത്. എന്നിട്ട് ആ കുട്ടിയുടെ ഫോട്ടോ എടുത്തോ? അയ്യോ, പിന്നെ അതിനെ അപമാനിച്ചു കഴിഞ്ഞിട്ട് ഫോട്ടോ എടുത്തിട്ട് എന്ത് കാര്യമാ? അത് പിന്നെ പുള്ളിയുടെ ശൈലി. അയ്യോ, രീതി അത് പിന്നെ നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ അങ്ങ് കുടുംബത്തിൽ കൊണ്ട് കാണിച്ചാ പോരെ, ശൈലിയും ശീലവും ഒക്കെ. കമലയെടുത്തിയെയും വീണമോളെയൊക്കെ കാണിച്ചാ പോരെ, നാട്ടിലുള്ള എല്ലാരെയും കാണിക്കേണ്ട കാര്യം. പച്ചയായ മനുഷ്യനാണ് നാട്ടിലൊന്ന് ജനങ്ങൾക്ക് മുന്നിൽ. ആ പച്ചയായ മനുഷ്യനാണ് ഈ കയ്യിലിരിപ്പിന്റെ പച്ചത്തെറി കേട്ടോണ്ട്. ആള് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് എല്ലായിടത്തും. അയ്യോ, ഇത് സീസർ അമ്മച്ചി പറഞ്ഞായിരുന്നു. ഇത് സീസർ അമ്മച്ചി പറഞ്ഞായിരുന്നു. ശൈലജ ടീച്ചർ ഇപ്പൊ രംഗത്തേക്ക് വന്ന് പറഞ്ഞതേ ഉള്ളൂ. മുഖ്യമന്ത്രി ഒരു കാപട്യമില്ലാത്ത മനുഷ്യനാണ്. ചച്ചുടുമുത്ത് കാപട്യമുള്ളവരാണെങ്കിൽ വീട്ടിലൊന്നും നാട്ടിലൊന്നും ജനങ്ങൾക്ക് മുന്നിലൊന്നും കാണിച്ചോണ്ടിരിക്കും. ഞങ്ങളുടെ മുഖ്യ വീട്ടിലൊന്നും നാട്ടിലൊന്നും. അതെ, നിങ്ങളുടെ മുഖ്യന് ഓരോരുത്തടുത്ത് ഓരോന്നാ കാണിക്കുന്നത്. പക്ഷെ ഉണ്ടല്ലോ, ഈ പൗരപ്രമുഖരെ കാണാൻ പോകുമ്പോ ഇമാതിരി മാറി നിൽക്ക് കടക്കുപുറത്ത് എന്നൊന്നും പറയുന്നത് നമ്മൾ ഇന്നേ വരെ കേട്ടിട്ടില്ല. പൗരപ്രമുഖര് വേറെ. കൈക്കണ്ടിയിലെ വിജയന്റെ ആ ഒരു മാറ്റം നമ്മൾ കാണാതെ പോകരുത് കേട്ടോ. പൗരപ്രമുഖരെ കാണുമ്പോഴത്തേക്ക് അങ്ങ് വളയും, ഇത്രയങ്ങ് വളയും നട്ടല്. പൗരപ്രമുഖരെ കാണുമ്പോ നോക്കിയപ്പോ ഏതോ സ്കൂൾ കുട്ടിയാണെന്ന് വിചാരിച്ചു. പഞ്ചായത്ത് അംഗമാണെന്ന് മനസ്സിലായി. സ്കൂൾ കുട്ടി, സാരി എടുത്തോണ്ട് വന്ന സ്കൂൾ കുട്ടി. യുവ നേതാവാണ്. അതാണ് നമ്മൾ പറഞ്ഞത്. അതാണ് പറഞ്ഞത്. നിങ്ങളുടെ പാർട്ടിയിലുള്ള സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരെ കാണുമ്പോഴത്തേക്ക് മാറി നിൽക്ക്, മറ്റേ പൗരപ്രമുഖരെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ അങ്ങ് വളയും. അങ്ങനെയല്ല, ഇത്രയും വളയും. ഇതിൽ കൂടുതലുണ്ടോ? ഇത് ശ്രദ്ധയിൽപ്പെട്ട് ഉടനെ തന്നെ അദ്ദേഹം ആ പെൺകുട്ടിയെ ഫോണിൽ വിളിച്ചു. എന്ത് കാര്യത്തിന്? അപമാനിച്ചു കഴിഞ്ഞിട്ട് ഫോണിൽ വിളിക്കുന്നത് പിന്നെ ഒരു കാര്യമുണ്ട്. അത് ശരി, അന്തം കമ്മികൾക്ക് അങ്ങനെയാണ്. ആത്മാഭിമാനമുള്ളവർക്ക് അത് അപമാനമാണ്. നിങ്ങൾ അന്തം കമ്മികൾക്ക് പിന്നെ അങ്ങനെ അല്ലല്ലോ. ഞങ്ങൾക്ക് ഇതൊന്നും ഒരു അപമാനമല്ല. ഞങ്ങൾ എത്ര കൊക്ക് കോഴികളും. അതെ, നിങ്ങൾ എത്ര കുളങ്ങൾ കണ്ടിട്ടുള്ളതായി. ഇമാതിരി എത്രയോ ആട്ടും തുപ്പും കേട്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു ശീലമാണ്. ആട്ടും തുപ്പും ഞങ്ങൾക്കൊരു ശീലമാണ്. ഞങ്ങളുടെ പച്ചയായ മനുഷ്യനെ ഞങ്ങൾക്ക് ആളിന്റെ സ്വഭാവം ഞങ്ങൾക്ക് അറിയാം. നാളെ തന്റെ മുഖത്ത് നോക്കി തന്തയ്ക്ക് വിളിക്കുമ്പോഴേ ഇത് തന്നെ പറയണം, പച്ചയായ മനുഷ്യൻ എന്നെ ഒന്ന് തന്തയ്ക്ക് വിളിച്ചാണ്. അയ്യോ മറ്റേതെവിടെ? മറ്റേ തീയിൽ കുരുത്തൊരു സൂര്യനെ ഹെലികോപ്റ്ററിൽ പറക്കും വിജയനെ. ഹെലികോപ്റ്ററിൽ പറക്കും വിജയൻ. എന്റെ കോപ്റ്റർ എന്തേ? എന്റെ ആ കോപ്റ്റർ എന്തേ? പോർച്ചിലിട്ടിരിക്കുന്നു. ഏത് പോർച്ചില? ക്ലിഫ് ഹൗസിലാണോ? സുഹൃത്തുക്കളെ, നിങ്ങൾ അറിഞ്ഞില്ലേ, നമ്മളെ അങ്ങനല്ല, നമ്മളെ 3G ആക്കാൻ വേണ്ടി ഒരു ഹെലികോപ്റ്റർ മേടിച്ചിട്ടുണ്ടല്ലോ. 80 ലക്ഷം വാടക കൊടുക്കുന്ന, മാസം 80 ലക്ഷമാണ് വാടക ഇനത്തിൽ ഖജനാവിൽ നിന്ന് തള്ളുന്നത്. അത് ഞങ്ങൾക്ക് നിർത്ത്. അതെന്തിനൊക്കെയാണ് നിങ്ങൾ ഉപയോഗിച്ചത്? നിർത്തൂ. ഇക്കാലയളവിൽ എത്രത്തോളം രൂപ പലിശ ഇനത്തിൽ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞു? ഇനി ആ സാമാനം കൊണ്ട് നിങ്ങൾ എന്താണ് കാണിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് ഒരു വിവരാവകാശ രേഖ കൊടുത്തിട്ട് ഇവരുടെ പോലീസ് പറയുകയാണ് തരാൻ സൗകര്യമില്ലെന്ന്. എങ്ങനെയാ തരാൻ സൗകര്യമില്ലെന്ന്? നിർത്തൂ. തായ്ക്കണ്ടിയിലെ മറ്റേ ഹെലികോപ്റ്ററിനെ കുറിച്ചല്ല നമ്മൾ ചോദിച്ചത്. സംസ്ഥാന ഖജനാവിൽ നിന്ന് കാശെടുത്ത് കൊടുക്കുന്ന ഹെലികോപ്റ്ററിനെ കുറിച്ചാണ്. അതെന്തിനൊക്കെ പറന്നു എന്ന് നിർത്തൂ. അതെന്തിനൊക്കെ പറന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പോലീസ് പറയുന്നു പറയാൻ സൗകര്യമില്ല. ചില രഹസ്യ നീക്കങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അത് ഉപയോഗിച്ചു, പക്ഷെ പറയാൻ സൗകര്യമില്ല എന്ന്. അതെ, എന്തിനാണെന്നറിയാമോ? ആ രഹസ്യ നീക്കം എന്താണെന്നറിയാമോ? തായ്ക്കണ്ടിയിൽ നിന്ന് തേങ്ങ പെറുക്കാൻ കൊണ്ടുപോയി. ഇടയ്ക്ക് മാസം അത് തേങ്ങ പെറുക്കാൻ തായ്ക്കണ്ടിയിൽ കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുവരും. അതിന് മാത്രമാണ് അത് പറക്കുന്നത്. ഇതൊക്കെ ചുമ്മാ നിങ്ങളിത് കേട്ടോ. ഞാൻ പറയട്ടെ, ഫ്ലോ കളയാതെ. രഹസ്യ നീക്കങ്ങൾ ഉപയോഗിച്ചു. എന്ത് രഹസ്യ നീക്കമായിരുന്നു? ഇവരിത് വാടകയ്ക്കെടുത്ത് എന്തിനൊക്കെയാണെന്ന് പറഞ്ഞോണ്ടല്ലേ? ഞാൻ പറഞ്ഞുതരാം. ഒന്ന് മാവോയിസ്റ്റ് നിരീക്ഷണത്തിന് വേണ്ടി മഷീട്ട് നോക്കിയിട്ട് ഒരു മാവോയിസ്റ്റിനെ കാണാനില്ല. ഏതോ ഒരു ഊച്ചാളി നിർത്ത് ഞാൻ പറയട്ടെ. ഏതോ ഒരു ഊച്ചാളി മറ്റേ മാവോയിസ്റ്റുകാരൻ പറഞ്ഞു മുഖ്യമന്ത്രിയെ വധിക്കുമെന്ന്.
എന്തും പറഞ്ഞുകൊണ്ടാണ് ഹെലികോപ്റ്റർ മേടിച്ചത്. മാവോയിസ്റ്റ് നിരീക്ഷണത്തിന്, പിന്നെ അപകട സാഹചര്യങ്ങളിൽ പറക്കുന്നതിന്, അതായത് ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പറക്കുന്നതിന് വേണ്ടിയിട്ട്, കാലാവസ്ഥ ദുരന്തമൊക്കെ ഉണ്ടാകുമല്ലോ, പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ അതിനു വേണ്ടി പറക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഈ മറ്റേ ശസ്ത്രക്രിയ ഉണ്ടല്ലോ, അവയവ മാറ്റം, അതിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നു അതിനെ മാത്രം ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. കാര്യം എന്താണെന്നറിയാമോ, 5 വർഷത്തിനിടയിൽ 6 തവണ അത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ മാവോയിസ്റ്റ് നിരീക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് തണ്ടർ ബോൾട്ടുകാർ പറഞ്ഞു ഇത് അവിടെ വയനാട്ടിൽ കൂടെ പറക്കാൻ കഴിയത്തില്ല, കാരണം മരങ്ങളിൽ ഇടിക്കും, അതുകൊണ്ട് താഴ്ന്ന് പറക്കാൻ പറ്റത്തില്ല, മഷിയിട്ട് നോക്കിയാൽ പോലും ഒരു മാവോയിസ്റ്റിനെ കാണാനില്ല. 2 അപകടം ഉണ്ടാകുമ്പോൾ പറക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എത്ര അപകടങ്ങൾ ഇതിനോടകം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് പറയാ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ പറക്കാൻ മോദി ഹെലികോപ്റ്റർ വാങ്ങിച്ച ആഹാ, ഞങ്ങൾ ഹെലികോപ്റ്റർ വാങ്ങിച്ച ഓഹോ, ഞങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങളുടെ മുഖ്യന്റെ ജീവിതം അല്ല ജീവനാണ് ഇവിടെ ഏറ്റവും വലുത്, അദ്ദേഹത്തിന്റെ സുരക്ഷയാണ് വലുത്, അതിനുവേണ്ടി ഞങ്ങൾ ഹെലികോപ്റ്ററിൽ നാളെ ഞങ്ങൾ ബുള്ളറ്റ് പ്രൂഫ് കാർ ഉള്ളത്, 10-40 പോലീസ് വണ്ടി ഉള്ളത്, എന്നിട്ട് ഇന്നേ വരെ ഏതേലും ഒരു മാവോയിസ്റ്റ് നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് നേരെ ഒരു ആക്രമണം നടത്തിയോ? എയർ ഇന്ത്യയില് ഞങ്ങള് ചിറ്റപ്പൻ അടിച്ചിട്ടത് കണ്ടില്ലേ? ചിറ്റപ്പൻ ഇടപെടാതിരുന്നെങ്കിലോ അവിടെ അയാൾ ഒരു കോൺഗ്രസ്സുകാരൻ വിജയാന്ന് പറഞ്ഞ് എഴുന്നേറ്റപ്പോഴത്തേക്ക് ഒരു ഒറ്റ കരച്ചില്ല, എന്നെ കൊല്ലാൻ നിർത്തും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ആക്രമണം നടന്ന എവിടാന്നറിയാമോ? മറ്റേ യൂത്ത് കോൺഗ്രസ്സുകാർ നവകേരള സദസ്സ് നടന്നല്ലോ, അന്ന് നവകേരള ബസ്സിന് നേരെ ഒരു ഷൂ എറിഞ്ഞു. അന്ന് ഇതുകൂട്ട് കേസെടുത്തു. FIR ഇട്ടേക്കുന്നത് വധശ്രമം. എന്തൊരു നിർത്തേടോ, ഈ ശരിക്കുള്ള മാവോയിസ്റ്റ് ആക്രമണം എന്തുവാന്ന് അറിയാവോ തനിക്ക്? കേട്ടിട്ടുണ്ടോ? ഈ ജാർഖണ്ഡിലും ബീഹാറിലും ഒക്കെ നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നിട്ട് ഇന്നേ വരെ ഒരു തോട്ട പോലും എറിഞ്ഞിട്ടുണ്ടോ? ആകെ ഒരു തോട്ട എറിഞ്ഞത് ഇവരുടെ AKG സെന്ററിലാണ്. അന്ന് ശ്രീമതി ഒന്ന് കുലുങ്ങി. ഇവിടെ മാവോയിസ്റ്റ് ഇല്ലെങ്കിൽ അത് ഞങ്ങളുടെ ഭരണപക്ഷത്തിന്റെ വിജയം, ഞങ്ങളുടെ 10 വർഷത്തെ നേട്ടമാണ് മാവോയിസ്റ്റ് ഇല്ലാത്ത. അതെ 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 പവർക്കെട്ടില്ലാത്ത അതിവിടെ പറയുന്നുണ്ട്. നമ്മൾ മാവോയിസ്റ്റിനെ കുറിച്ചല്ലേ പറയുന്നത്? അതെ അതെ അതെ, അതാ ഞാൻ പറഞ്ഞത്, ഇതാ ഇവരുടെ പ്രശ്നം. എന്നിട്ട് ഇതിനാണ് ഹെലികോപ്റ്റർ എടുത്തതെന്നാ പറഞ്ഞത്. പക്ഷെ പറക്കുന്നില്ല. റോഡുകൾ ഇതാകെ പറക്കുന്നത് മറ്റേ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തായ്ക്കണ്ടിയിൽ തേങ്ങ പെറുക്കാൻ കൊണ്ടുപോകാനാ. റോഡുകൾ വീതി നല്ല അടിപൊളിയായ 10 വർഷം. നമ്മൾ മാവോയിസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ താഴെ ഇത് പറയുന്നത്, നിങ്ങൾ ഹെലികോപ്റ്ററിന്റെ കൃത്യമായ വിവരം ആദ്യം കൊടുക്കുക. 80 ലക്ഷമാണ് ഖജനാവിന്ന് കൊടുക്കുന്നത്. ബസ്സുകളിലൊക്കെ പരസ്യം കണ്ടിട്ടില്ലേ? കാട് അത് തന്നെ കയ്യിന്ന് പോയി. ഇമാതിരി ഊച്ചാളിത്തരം കാണിക്കുന്ന ഇവരാണ് ഇരട്ടച്ചങ്കൻ വിജയൻ എന്ന് വാഴ്ത്തി പാടുന്നത്. ഊച്ചാളിത്തരം ഞങ്ങൾ കാണിക്കുന്നു. ഇവിടെ ആരാണ് കാണിക്കുന്നത് എല്ലാവർക്കും അറിയാം. മുഖ്യമന്ത്രി സ്വപ്നം നടക്കുന്നുണ്ടല്ലോ. അത് വേറെ കുറെ മണ്ടന്മാര്. ആരാ സ്പെസിഫൈ ചെയ്ത് പറയണം? കോൺഗ്രസ്, പിന്നെ BJP. അവരെ നമ്മുടെ കളത്തിലില്ലല്ലോ, നമുക്ക് അവരുടെ ആവശ്യമില്ല. പറയാൻ പറ്റില്ല. നിങ്ങളുടെ കയ്യിലിരിപ്പോണ്ട് സീറ്റ് കിട്ടിയാ കിട്ടി. തിരുവനന്തപുരത്ത് ഇതന്നെയായിരുന്നു പറഞ്ഞു. അതെ അതെ, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ VD സതീശന്റെ യാത്ര കണ്ടില്ലേ? മുല്ലപ്പള്ളി രാമേന്ദ്രനെയൊക്കെ ഇടിച്ചൊരൊറ്റ വീഴ്ത്തായിരുന്നു. എന്താ ഇത്? ഞങ്ങളുടെ ജാഥയിലും ഞങ്ങളുടെ പൊതുവേദിയിലും ഒക്കെ സ്റ്റേജിൽ കുറച്ചാളും മറ്റേ സദസ്സിൽ കുറെ ആൾക്കാരുമാണ്. കോൺഗ്രസിന്റെ പരിപാടി വേദിയിൽ കുറച്ചാളും സദസ്സിൽ വേദിയിൽ കുറച്ചാളുണ്ടാകും, സദസ്സിൽ നിറയെ ആൾക്കാരുണ്ടാകും. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് വേദിയിൽ കുറെ പേരുണ്ടാകും, സദസ്സിൽ ആൾക്കാരുണ്ട്. അടി വെടി ബഹളം. എന്തിത് പറഞ്ഞ പോലെ ഷാഫിക്ക, നിങ്ങൾ എന്തിനാ കഴുത്തൊക്കെ പിടിച്ച് തള്ളുന്നത്? പിന്നൊരു കാര്യമുണ്ട്, മറ്റേ പിണറായിയുടെ പരിപാടി നടക്കുമ്പോഴത്തേക്ക് ഒന്ന് പ്രതികരിക്കാൻ പോലും ആർക്കും അവകാശമില്ലല്ലോ. കിങ് ജോങ് ഉൻ, അതൊക്കെ തായ്ക്കണ്ടിയിലെ കിങ് ജോങ് സ്റ്റേജിലെ ഒരു അച്ചടക്കം, അതൊക്കെ ഞങ്ങളെ പാർട്ടിയെ കണ്ട് പഠിക്കണം. അല്ലാതെ എല്ലാം കൂടി അതെ, പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടായെങ്കിലല്ലേ കാര്യമുള്ളൂ. എന്തെങ്കിലും ഞാൻ പറയട്ടെ, പിണറായി വിജയൻ എന്തെങ്കിലും ഒരു നിലപാട് എഴുതി പോക്കറ്റിൽ ഇട്ടോണ്ട് വരും, അത് വായിച്ച് കേൾപ്പിക്കും. ആരും തയ്യാറാകില്ല. നിങ്ങളുടെ പാർട്ടിയിൽ എവിടെ മറ്റേ അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ള ഒന്ന് പണം ഞാൻ കേൾക്കട്ടെ. ഡിസിപ്ലിൻ, അതിന് അഭിപ്രായ സ്വാതന്ത്ര്യം നല്ല ഡിസിപ്ലിൻ. ഞങ്ങളുടെ പാർട്ടിയിലെ ഒരു നേതാക്കം പറയുന്നില്ല. ഡിസിപ്ലിൻ വേറെ, അഭിപ്രായ സ്വാതന്ത്ര്യം വേണം, അത് വേറെ. അത് മനസ്സിലാക്കാനുള്ള ബോധമെങ്കിലും വേണം. അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. എന്ത് അഭിപ്രായ സ്വാതന്ത്ര്യം? പിണറായി നിർത്ത്. ഇവിടെ മാധ്യമങ്ങളോട് എന്തെന്നാണ് കാണിക്കുന്നത് ഈ ഭരണകൂടം? ചോദ്യം ചോദിക്കാൻ അനുവദിക്കത്തില്ല.
ചോദ്യം ചോദിക്കാൻ എഴുന്നേറ്റ് ഒരു ഒറ്റ പോക്കാ. മോദിയാണോ അയ്യോ, മോദിയാണോ അയ്യോ മോദിയൊക്കെ വേറെ, അത് പിന്നെ മാധ്യമങ്ങൾക്ക് മുന്നിലേ വരാറില്ല. മാറ്റി നിർത്ത. ഇതെന്തോന്നറിയാമോ? എണിച്ചു പോടും. ഇതെന്തോന്നറിയാമോ? ആരെയും കൂടുതൽ ചോദ്യം ചോദിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നിർത്തി എഴുന്നേറ്റ് ഒറ്റ പോക്കാം. അത്തരം ചോദ്യങ്ങളൊന്നും ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങൾ അയ്യോ, നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾ വരുന്ന ചോദ്യമല്ല നമ്മൾ ചോദിക്കുന്നത്. മാധ്യമങ്ങൾ മാധ്യമ പ്രവർത്തനോട് ചോദിക്കാൻ പറ ധൈര്യത്തോടെ. കൈരളിക്കല്ലാതെ വേറെ ആർക്കും ചോദ്യം ചോദിക്കാൻ അവസരമില്ല. അഥവാ വേറെ ആരെങ്കിലും ചോദ്യം നിർത്തൂ, വേറെ ആരെങ്കിലും അഥവാ ചോദ്യം ചോദിച്ചാലോ എഴുന്നേറ്റ് ഒറ്റ പോക്കാം. കഴിഞ്ഞു, തീർന്നു. ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും നിയമം ഇറക്കിയിട്ടുണ്ടോ? കൈരളിക്ക് മാത്രമേ ചോദിക്കാവൂ ഞങ്ങൾ നിയമം ഇറക്കിയിട്ടുണ്ടോ? റിപ്പോർട്ടർക്ക് മാത്രമേ ചോദിക്കാവൂ? അയ്യോ, നിങ്ങളുടെ നിയമം അതാണ് എന്ന് ആര് പറഞ്ഞു? ഇവിടുത്തെ പറയട്ടെ. മാധ്യമപ്രവർത്തകർ പറയുന്നുണ്ടല്ലോ. ജനങ്ങളെ അടിസ്ഥാനരഹിതമായ ആരോപണം ഞങ്ങൾക്കെതിരെ പടച്ചു വിടുന്ന ഈ അത്തരം ആരോപണങ്ങൾ നിങ്ങൾ കേട്ടില്ല എന്ന് നടിച്ചിട്ടിരിക്കും. അതെ മാനവരെ, നമ്മൾ കാണുകയും കേൾക്കുകയുമാണല്ലോ. ചൂടെടുക്കുന്നുണ്ടോ? ഇല്ല, കാടുകൾ അല്ല, നാടുകൾ തോടുകളാകുന്നു, വീണ്ടും നാടുകൾ കാടുകളാകുന്നു. കാട്ടിൽ അല്ല റേഷൻ കിട്ടിയ 10 വർഷം എന്തിന്റെ ഇടയിൽ കയറിയാലും ഇടയ്ക്ക് മറ്റേ പുട്ടിന് വീര പോലെ 10 വർഷം കറണ്ട് കിട്ടില്ലാത്ത 10 വർഷം, റേഷൻ കിട്ടിയ 10 വർഷം, മറ്റേ എന്തുന്നാ പെൻഷൻ കിട്ടിയ 10 വർഷം എന്ന് പറഞ്ഞുണ്ടാകും. തുടങ്ങും ജൂൺ നിർത്ത്. 1 വീടുകളിൽ പുസ്തകങ്ങൾ എത്തുന്നു. അങ്ങനെയുള്ള 10 വർഷം. ബാക്കി നല്ല അടുത്ത് പിന്നെ നാളെ ബാക്കി പറയാം. പണച്ചില് കേട്ടാ തോന്നുന്നു ഇതെല്ലാം ഇവരുടെ തായ്ക്കണ്ടിയിൽ നിന്ന് AKG സെന്ററിൽ നിന്നും എടുക്കുന്നത്. സർക്കാരിന്റെ ഖജനാവിൽ ഒരു ഭരണം കൂടെ ഇവിടെ വേണം. അതാണ് ഞങ്ങൾ ഇവിടെ എല്ലാം നടപ്പിലാക്കി ആദ്യം പോയി പറപ്പിക്കും. ഡോക്ടർ പറപ്പിക്കും, പറപ്പിച്ചിട്ട് വരാം. ജല്ല് ബുക്കും പറപ്പിക്കും. ഒലക്കടമുണ്ട്.